എല്ലാ ദിവസവും ഹദ്ദാദ് റാത്തീബ് ചൊല്ലണം, എല്ലാ ദിവസവും സ്വലാത്തുകൾ ചൊല്ലണം, എല്ലാ ദിവസവും അദ്കാറുകൾ ചൊല്ലണം, എല്ലാ ദിവസവും ചൊല്ലേണ്ടതും ചെയ്യേണ്ടതും ഒക്കെ ചെയ്തുകൊണ്ട് അമലിന്റെ കിതാബ് നമ്മൾ കഴിവിന്റെ പരമാവധി നിറക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഓരോ അമലിനും അല്ലാഹു തആല ഇഖ്ലാസ് ഏറ്റി തരട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരായ താബിഉകൾ, അവരുടെ ശിഷ്യന്മാരായ തബഉ താബിഉകൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ സുബ്ഹാനല്ലാഹ് ഒരടിമയെ ജോലിക്ക് വിളിക്കാൻ വേണ്ടി പോയപ്പോ അടിമ വിളിച്ചു കൊണ്ടുപോകുന്ന യജമാനനോട് പറയുന്നത്, നിങ്ങൾ എന്നെ തൊഴിലാളിയായി കൊണ്ടുപോകുന്നതിന് വിരോധമില്ല, പക്ഷേ 3 ഷർത്ത് നിങ്ങൾ എന്നിൽ നിന്ന് കേൾക്കണം. എന്താ ഷർത്ത്? ഒന്നാമതായിട്ട് നിസ്കാരത്തിന്റെ സമയം വന്നാൽ പിന്നെ എനിക്ക് നിസ്കരിക്കാൻ ചാൻസ് തരണം, എന്നെ പിന്നെയും ജോലി എടുപ്പിക്കരുത്. രണ്ടാമതായിട്ട് എന്ത് വേല എനിക്ക് തരികയാണെങ്കിലും പകലിലെ വേല തരാവൂ, രാത്രി ഒരു ജോലിയും എന്നെ ചെയ്യിപ്പിക്കാൻ പാടില്ല. മൂന്നാമതായിട്ട് എനിക്ക് വിശ്രമിക്കാൻ തരുന്ന വീട്ടില് ആരും തന്നെ പ്രവേശിക്കരുത്, എന്റെ റൂമില് ഞാനേ പ്രവേശിക്കാവൂ. എന്റെ റൂമിലേക്ക് നിങ്ങളോ നിങ്ങളെ മക്കളോ നിങ്ങളെ ഭാര്യയോ ആരും വന്നുകൂടാ. ഈ അടിമനെയും യജമാനൻ കൊണ്ടുപോയി 3 ഷർത്തും പാലിക്കാമെന്ന നിബന്ധനയോടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. കുറെ റൂമുകൾ അദ്ദേഹത്തിന് കാലി റൂമുകളുണ്ട്. എന്നിട്ട് പറഞ്ഞു തൊഴിലാളിയായ അടിമയോട്, നിനക്ക് വേണ്ട റൂം നീ സെലക്ട് ചെയ്തെടുത്തോ മോനെ. അതേ ഖറാബായ ഒരു റൂം, ആരും കേറി താമസിക്കാത്ത പഴകിയ ഒരു റൂം, ആ റൂമാണ് അടിമ ഇഷ്ടപ്പെട്ട് തെരഞ്ഞെടുത്തത്. എനിക്കാ കാണുന്ന റൂം മതി, അവിടെ ഇതുവരെ ആരും താമസിച്ചിട്ടില്ല, ആരും താമസിക്കാത്ത റൂമാണ് എനിക്ക് വേണ്ടത്, താമസിക്കാൻ നല്ലത് അവിടെയാണ്. ആ റൂമിലേക്ക് അങ്ങ് കയറിയിട്ട് താമസം തുടങ്ങി. സുബ്ഹാനല്ലാഹ്, പകല് സമയം തോട്ടം നനക്കുന്ന, തോട്ടത്തിലെ പുല്ല് പറിക്കുന്ന, തോട്ടത്തിലെ വളകളൊക്കെ നന്നാക്കി നോക്കുന്ന നല്ല ജോലിയും യജമാനൻ കൊടുത്തു. ബാങ്ക് വിളി കേട്ടാൽ പണി ഉടനെ തന്നെ നിർത്തിയിട്ട് നിസ്കരിക്കാൻ പോകുന്നു. 5 വക്ത് നിസ്കാരത്തിനും പള്ളിയിലെത്തുന്ന അടിമ രാത്രി സമയത്ത് പണിയേൽപ്പിക്കരുത് എന്ന് പറഞ്ഞില്ലേ? സുബ്ഹാനല്ലാഹ്, യജമാനൻ നല്ല സമ്പന്നനാണ്. അദ്ദേഹം തന്റെ മറ്റുള്ള അടിമകളോടൊപ്പം അതേ ഒരു ദിവസം രാത്രി നല്ല കള്ളും കുടിച്ച് കൂത്താടി രസിക്കുന്ന സമയം രാത്രി പകുതിയായപ്പോ കൂടെ കളിക്കാനുണ്ടായിരുന്ന മറ്റു ആളുകളൊക്കെ പോയപ്പോ യജമാനൻ ഒറ്റക്കൊന്ന് വീട്ടിലൂടെ എങ്ങനെ നടന്നു പോകുമ്പോ പെട്ടെന്ന് തന്റെ ഈ അടിമ താമസിക്കുന്ന റൂമില്ലേ, കളിയിലൊന്നും ഏർപ്പെടാതെ രാത്രി എനിക്ക് ജോലി തരരുത് എന്ന് പറഞ്ഞ അടിമയില്ലേ, ആ അടിമ താമസിക്കുന്ന മുറിയിൽ നിന്ന് വല്ലാത്തൊരു പ്രകാശം, ഒരു വിളക്കിങ്ങനെ ആകാശ ലോകത്തേക്ക് നീണ്ടു കിടക്കുന്നത് കണ്ടുപോയി. സുബ്ഹാനല്ലാഹ്, യജമാനൻ പേടിച്ച് വിറച്ചുപോയി. ബാക്കിയുള്ള ആളുകളൊക്കെ പോയി. പക്ഷേ ഈ അടിമ താമസിക്കുന്ന മുറിയിൽ നിന്ന് വല്ലാത്തൊരു നൂറ് മുകൾ ഭാഗത്തേക്ക് അങ്ങനെ അടിച്ചു വീശുന്നു. പതുക്കെ പോയി മുറിയിലേക്ക് എത്തി നോക്കുമ്പോ ആ അടിമ സുജൂദിലാണ്. സുജൂദിൽ അടിമ പറയുന്നത് എന്താണെന്നറിയുമോ? റബ്ബേ, പകല് സമയം എന്റെ യജമാനന് ഞാൻ തൊഴിലെടുക്കേണ്ടി വന്നതുകൊണ്ട് ഇതുപോലെ പകലിൽ നിന്നിലേക്ക് സുജൂദ് ചെയ്യാനും നെറ്റി വെച്ചുകൊണ്ട് എന്റെ ആവലാദികൾ നിന്നോട് പറയാനും നിനക്ക് ശുക്ർ ചെയ്യാനും എനിക്ക് പൂർണ്ണ നേരം കിട്ടാറില്ല. രാത്രിയല്ലേ അല്ലാഹുവേ എനിക്ക് നേരം കിട്ടിയത്, അതുകൊണ്ട് അല്ലാഹ്
പകലിൽ ഇങ്ങനെ ചെയ്യാനും ഇങ്ങനെ സുജൂദ് ചെയ്യാനും നേരം കിട്ടാത്തതിന് നീ എന്നെ ശിക്ഷിക്കരുത് അല്ലാ. നീ എന്റെ കാരണം സ്വീകരിക്കണേ അല്ലാ. എന്റെ യജമാനൻ പകൽ എനിക്ക് ഖിദ്മത്ത് തന്നില്ലെങ്കിൽ നിന്റെ ഖിദ്മത്തിലായിട്ട് പകല് മുഴുവനും ഞാൻ കഴിച്ചു കൂട്ടുമായിരുന്നു. യജമാനൻ നീ ദുആ കേട്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. വാതിൽ പൊളിയിലൂടെ അയാൾ അങ്ങനെ നോക്കി നിന്നു. ഫജ്ർ ഉദിക്കുന്നത് വരെ ആ വെളിച്ചമങ്ങനെ മുകൾ ഭാഗത്തേക്ക് ഉയർന്നു നിൽക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഫജ്ർ അങ്ങോട്ട് ഉദിക്കുന്ന നേരത്ത് ചെറുപ്പക്കാരൻ അത്തഹിയ്യാത്തിലിരുന്ന് ആ അടിമ സലാം വീട്ടി അല്ലാഹുവിനോട് ദുആയും പൂർത്തിയാക്കിയപ്പോ യജമാനൻ റൂമിന്റെ ഭാഗത്തിന് ഇങ്ങോട്ട് വന്നു. പിറ്റത്തെ ദിവസം ഈ സംഭവം ഭാര്യയോട് പറഞ്ഞു. യജമാനനും ഭാര്യയും ഒരുമിച്ച് വന്നു നോക്കുമ്പോ രണ്ടുപേരും തലേ ദിവസം യജമാനൻ കണ്ട അതേ പ്രകാശം, വാനലോകത്തേക്ക് ഇങ്ങനെ ഒരു പ്രകാശം ഈ അടിമയുടെ മുറിയിൽ നിന്ന് ഉദിച്ചുയർന്നു പോകുന്നത് രണ്ടുപേരും കണ്ടു. ഭാര്യ പറഞ്ഞു ഭർത്താവിനോട്, ഈ അടിമയെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് ശരിയല്ല, നല്ല ഒരു അടിമയാണ്, അടിമനെ ഇബാദത്തിന്റെ മാർഗത്തിൽ വിട്ടേക്കാം. മൂന്നാമത്തെ ദിവസം രണ്ടുപേരും അടിമയെ വിളിച്ചിട്ട് പറഞ്ഞു, അന്ത ഹുർറുൻ ലിവജ്ഹില്ലാഹി തആല, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി നിന്നെ ഞങ്ങൾ മോചിപ്പിച്ചു, നീ സ്വതന്ത്രനായിട്ട് ജീവിച്ചോ. പകല് സമയം എന്റെ ഖിദ്മത്ത് കൊണ്ട് അള്ളാഹ്ക്ക് ഖിദ്മത്ത് എടുക്കാൻ നിനക്ക് ബുദ്ധിമുട്ട് വന്നെങ്കില് ആ പകല് സമയം കൂടി ഇബാദത്തിന് വേണ്ടി നിന്നെ ഞാൻ ഒഴിവാക്കി തരുന്നു. അതേ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്റെ മുറിയിലേക്ക് ആരും വരരുത്, എന്റെ റൂമിലേക്ക് ആരും നോക്കരുത് എന്നൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ഉടനെ തന്നെ അടിമ പറഞ്ഞു, അല്ലാ എന്റെ രഹസ്യം ഇവര് കണ്ടെങ്കില് ഇനി എനിക്ക് ദുനിയാവില് ജീവിതം വേണ്ട അല്ലാ, ആരും അത് കാണരുത്, ആരും അത് അറിയരുത് എന്നല്ലേ ഞാൻ ആഗ്രഹിച്ചത്, ഇവര് കണ്ടുപോയല്ലോ അല്ലാ. നീ എന്റെ ഇബാദത്ത് സ്വീകരിച്ചവനാണെങ്കിൽ നിന്നിലേക്ക് എന്നെ മടക്കണേ അല്ലാ. ആ രാജാ മുതലാളിയുടെ മുന്നിൽ വെച്ച് അടിമയതാ തായോട്ട് ബോധം കെട്ട് വീഴുകയും കുറച്ചു നേരം കഴിഞ്ഞ് മരിച്ചു പോവുകയും ചെയ്തു. രാത്രി സമയം ഇബാദത്തിന് വേണ്ടി നീക്കിവെച്ച അടിമകൾ എത്രമാത്രം ഭാഗ്യവാന്മാരാണ്. മുഴുവനും കഴിയില്ലെങ്കിലും സഹോദരങ്ങളെ, സഹോദരിമാരെ, സുബ്ഹിന്റെ അല്പം മുമ്പ് എഴുന്നേറ്റ് ഒരു 2 റക്അത്ത് പതിവാക്കിക്കോളൂ. പ്രായം കൂടുതലാകാൻ കാത്തിരിക്കണ്ട, യുവത്വകാലത്താണ് നല്ലത്. നരകമോചനം പറഞ്ഞപ്പോ കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പ് തന്നെ തഹജ്ജുദ് നിസ്കാരം തുടങ്ങിയ മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. പിന്നത് മരണം വരെ വിട്ടിട്ടില്ല. നല്ല ഇബാദത്തുകളിലൂടെ നമ്മുടെ ഈമാനിനെ ബലപ്പെടുത്തി നല്ല കരുത്തുറ്റ ഈമാന് ആർജിച്ചുകൊണ്ട് ദുനിയാവിൽ നിന്ന് വിടവാങ്ങണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ.